ഓഫീസിലോട്ട് ചെല്ലുമ്പോഴായാലും ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴായാലും മുടിഞ്ഞ സ്പീഡിൽ പറ്റുന്നത്ര സ്പീഡിൽ നടന്നേക്കുക. കാരണം സ്പീഡ് റെപ്രസെൻറ്റ്സ് യുവർ കോൺഫിഡൻസ്. സ്പീഡ് ഈക്വൽസ് കോൺഫിഡൻസ്. നമുക്ക് പോയിട്ട് പ്രത്യേകിച്ച് ഒരു പണിയും കാണത്തില്ല, പക്ഷേ മുതലാളി ഇങ്ങനെ നടക്കരുത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാക്ക് ഫാസ്റ്റ്. ഒന്ന് എഴുന്നേറ്റേ. ദിസ് ഈസ് ഐ ലെവൽ. നേരെ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഷെയ്ഖ്, മിഡിൽ ഈസ്റ്റിലെ ഷെയ്ഖ് രാജാക്കന്മാരുടെയൊക്കെ ഫോട്ടോ ഒക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇവർ ഒരിടത്തും നേരെ നോക്കത്തില്ല, ക്യാമറയെ നോക്കത്തില്ല. ഇവരെപ്പോഴും ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. എബോ അവർ ഐ ലെവൽ. ഇങ്ങനെ നോക്കത്തില്ല, ഇങ്ങനെ. ഓക്കെ, ഇപ്പം തന്നെ നിങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ടും നിങ്ങൾ എന്നെ ഇങ്ങനെയാണ് നോക്കുന്നത്. വൈ? ഇതിൻ്റെ ഹൈറ്റൊക്കെ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് ഇടിയിപ്പിച്ചിരിക്കുന്നത്. എന്തിനാ? ഈ നോട്ടം ഉണ്ടല്ലോ, യു ആർ നോട്ട് ഈസിലി റീച്ചബിൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. പോണ്ടേ ചിന്ന കണ്ണ് നേരെ, ആരുടെയും കണ്ണിൽ നോക്കരുത്, തലയ്ക്ക് മുകളിലോട്ട് നോക്കിക്കേ. ആ കാണുന്നവന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അയ്യോ എൻ്റെ പൊന്നെണ്ണ ഇങ്ങനെ നിൽക്കാനല്ല പറഞ്ഞത്, അങ്ങനെ ഇനി ഒന്ന് സ്പീഡിലൊന്ന് നടന്നു നോക്കി. നടക്കുന്നതിൻ്റെ അകത്തങ്ങോട്ട് എഴുന്നേക്ക്, നടക്ക്. നമുക്കെപ്പോഴും ഈ എനർജി ഒന്നും കാണത്തില്ല. പക്ഷേ ഞാൻ ഈ ചാട്ടം ഇവിടെ നിന്ന് ചാടുന്ന കണ്ടോ? രാവിലെ തൊട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇതിൻ്റെ പേരാണ് എൻ്റെ പവർ മൂവ്. എന്താണ് പവർ? ഈ ചാട്ടം ഇങ്ങനെ ചാടും തോറും എനിക്കിങ്ങനെ എനർജി കയറിക്കൊണ്ടേയിരിക്കും. ഈ സമയത്ത് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ ചാട്ടം ചാടിയിട്ട് കാര്യമില്ല. ഇതെൻ്റെ എനർജിയാണ്, ഇതെൻ്റെ പവറും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പവർ മൂവ് ഉണ്ട്. ഒരു എക്സാമ്പിൾ കാണിക്കാം. ഞാൻ പിടിച്ചേ. സ്പീഡിൽ അടിക്കണം, പക്ഷേ കൈ നമ്മളീ കൂട്ടിമുട്ടരുത്. ഇതായിരിക്കണം, കൈ നമ്മളീ കൂട്ടിമുട്ടരുത്. അടി അട്ടി 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 വരട്ടെ. ഒരു എനർജി അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കുന്നുണ്ടോ? ഒന്ന് നിർത്തിക്ക്. ഒരു സാധനം കാലേന്ന് പെരുത്ത് കയറിയത് കണ്ടോ? കാണുന്നുണ്ടോ? കിട്ടിയോ? അത് കിട്ടാത്തവരൊന്നുകൂടെ പിടിച്ച് പിടി 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 അട്ടി 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 അട്ടി. പറഞ്ഞോ ദീപു, പിടിപ്പിച്ചോ. ഇതിന്റെ പേരാണ് പവർ മൂവ്. എന്താണ് പവർ മൂവ്? മാത്രം അറിഞ്ഞാ പറ, മൊത്തം ബോഡി അല്ലേ, നാടീ ഞരമ്പുകൾ വരിഞ്ഞു മുറുകണം എന്ന് പറഞ്ഞ പോലെ മുറുകട്ടെ. സ്റ്റോപ്പ്. See the difference. എന്തെങ്കിലും വരുന്നുണ്ടോ? ഇപ്പം ആന കുത്താൻ വന്നാലും നമ്മൾ ഒരു കൈ പിടിച്ച് നിൽക്കും. ദിസ് ഈസ് പവർ മൂവ്. അപ്പം ഇത് പലർക്കും പലതാണ്. ചിലർ ഇങ്ങനെ ഒന്ന് ആക്കിക്കേ, ചിലർക്ക് ഇതായിരിക്കും. ചിലർ ഈ കൈ ഇങ്ങനെ, നമുക്കിപ്പം നമ്മൾ ഒരിടത്ത് നിൽക്കുകയാണ് അല്ലെ ഇരിക്കുകയാണ്, നമുക്ക് ഇതൊന്നും കാണിക്കാൻ പറ്റില്ല. അവർ പറയും ഏതടാ അവൻ എന്ന് പറയും. നമ്മൾ ഈ കൈ ഒന്ന് പുറയിലോട്ട് വെച്ച് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ദാണ്ട് ഈ കൈ രണ്ടുകൂടെ ഒന്ന് മുറുക്കൊന്ന് പ്രസ് ചെയ്ത്, നമ്മുടെ ഞരമ്പെല്ലാം ഒന്ന് വഴിഞ്ഞിട്ട് ഒന്ന് മുറുക്കൊന്ന് പ്രസ് ചെയ്ത്. ഇതാണ് എനർജി. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് എടുക്കാൻ പറ്റും. എനർജി ഈക്വൽസ് കോൺഫിഡൻസ്. എനർജി ഉള്ളവനെ കണ്ടാലറിയാം. അവർ മുന്നേ വന്നിരുന്ന് കോട്ടുവേടത്തില്ല. അപ്പോൾ കോട്ടുവായ നിങ്ങളിവിടെ വന്നിരുന്ന് കോട്ടുവായ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നിങ്ങളുടെ സ്റ്റാഫ് ഈ സമയത്ത് നിങ്ങളുടെ ഓഫീസിലിരുന്ന് 10 കോട്ടുവായ ഇടുന്നുണ്ട്. ഉള്ള കാര്യമാണ് ഞാൻ പറയാം. കാരണം ഉറക്കം തൂങ്ങി മുതലാളിക്ക് ഉറക്കം തൂങ്ങി സ്റ്റാഫിനെ കിട്ടൂ. കാരണം സ്പീഡ് ഓഫ് ദ ബോസ് ഈ സ്പീഡ് ഓഫ് ദ ടീം. എന്താണ് സ്പീഡ് ഓഫ് ദ ബോസ് ഈ സ്പീഡ് ഓഫ് ദ ടീം. നിങ്ങളൊരു കാര്യം ചെയ്യാനുണ്ട്, ഇന്ന് ചെയ്യേണ്ടതാണ്, ഇപ്പം ചെയ്യേണ്ട. നിങ്ങളത് പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ നിങ്ങളുടെ എൻറ്റയർ ടീം ഇതേ സ്വഭാവമായിരിക്കും. അതേസമയം ഒരു കാര്യം വന്നു ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ടീമും അങ്ങനെ ആയിരിക്കും. സ്പീഡ് ഓഫ് ദ ബോസ് ഈ സ്പീഡ് ഓഫ് ദ ടീം. ഒന്ന് നടന്നിട്ട് ഓടി വന്നിരി. നടക്ക് മുട്ടട്ട് അങ്ങോട്ട് ഇടിച്ച് സ്പീഡിൽ നടക്കണം. സ്പീഡിൽ സ്പീഡ് സ്റ്റേജിലോട്ടൊക്കെ കയറി ആ ഫിയറൊക്കെ അങ്ങോട്ട് മാറട്ടെ.